വഫാത്തിനടുത്തപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വസിയ്യത്ത് ചെയ്യുകയാണ്, എൻ്റെ ശരീരം നിങ്ങൾ ഷാമിൽ കൊണ്ടുപോയി മറവ് ചെയ്യണം. ഷാം എന്ന് പറയുന്ന സ്ഥലമാണ് ഫലസ്തീൻ അടക്കമുള്ള സ്ഥലങ്ങൾ. അത് വലിയ സ്ഥാനം പടച്ച റബ്ബ് നൽകിയ ഭൂമിയാണ്. നബി തങ്ങളുടെ ദുആ കിട്ടിയ ഭൂമിയാണ്. അവിടെ അമ്പിയാക്കൾ ജീവിച്ച നാടാണ്. ഷാഫി ഇമാം തങ്ങൾ ജനിച്ച നാടല്ലേ ഗസ്സ. സുഹൃത്തുക്കളെ, അങ്ങനെ അമ്പിയാക്കൾ ഔലിയാക്കളുടെ വലിയ സങ്കേതമാണല്ലോ അവിടെയൊക്കെ. അങ്ങനെ ഷാമിലേക്ക് എവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറവ് ചെയ്യപ്പെട്ടൊരു നാടുണ്ടല്ലോ, മദീനത്തുൽ ഖലീൽ എന്ന് പറയുന്ന നാട്. ആ നാട്ടിലല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മറവ് ചെയ്യപ്പെട്ടത്. അവിടെ തന്നെയല്ലേ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും ഉള്ളത്. അതിൻ്റെ സമീപത്ത് എന്നെ മറവ് ചെയ്യണമെന്ന് മകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം വസിയ്യത്ത് ചെയ്യുന്നു. ആ വസിയ്യത്ത് പ്രകാരം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭരണാധികാരമൊക്കെ ഉണ്ടെങ്കിലും ബാപ്പാന്റെ മയ്യിത്ത് മറവ് ചെയ്യാൻ വേണ്ടി അതാ ആ പ്രദേശത്തേക്ക് ബാപ്പയുടെ മയ്യിത്തുമായി മറ്റുള്ളവരുമായി പോകുന്നു. അവിടെ ചെന്ന് മയ്യിത്ത് മറവ് ചെയ്യുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം തിരിച്ച് ഈജിപ്തിലേക്ക് തന്നെ വരുന്നു. അവിടെ ബാപ്പയുടെ ശേഷം 23 കൊല്ലം യൂസുഫ് നബി അലൈഹിസ്സലാം ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ആലോചിക്കുന്നു, ഇപ്പോൾ എനിക്ക് ഭരണാധികാരമുണ്ട്, എനിക്ക് അല്ലാഹു തആല പല അറിവും നൽകിയിട്ടുണ്ട്, ജനങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ട്, അങ്ങനെ പലതുമുണ്ടല്ലോ. ഒരു ദിവസം ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയണമല്ലോ. കാലകാലം ഞാൻ ഇവിടെ നിൽക്കൂലല്ലോ, ഇവിടെ ഞാൻ പോകണമല്ലോ. അങ്ങനെ പോകുമ്പോൾ എനിക്ക് പോകുന്ന സ്ഥലത്ത് സ്ഥാനം കിട്ടണമല്ലോ, പോകുന്ന സ്ഥലത്ത് എനിക്ക് രക്ഷപ്പെടണമല്ലോ. അങ്ങനെ മരണത്തിൻ്റെ ചിന്ത മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മനസ്സിലേക്ക് വരുന്നു. റബ്ബിലേക്ക് തിരിയുന്നു. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിക്കുന്നതിനിടയിൽ 2 മക്കൾ അവിടെ ജനിച്ചിട്ടുണ്ട്. അതേ അഫ്രായിം എന്നും മീശ എന്നും പറയുന്ന 2 മക്കൾ ജനിച്ചിട്ടുണ്ട്. ആ മക്കളിൽ അഫ്രാസീമിൻ്റെ മകനാണല്ലോ നൂൻ എന്ന് പറയപ്പെടുന്ന ആൾ. ആ നൂൻ എന്ന് പേരുള്ള ആളുടെ മകനാണല്ലോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദിർ അലൈഹിസ്സലാമിനെയും നോക്കിയിട്ട് പോയ സമയത്ത് മത്സ്യം പിടിക്കാൻ വേണ്ടി കൊടുത്ത യൂശഅ ഇബ്നു നൂൻ അലൈഹിസ്സലാം. സുഹൃത്തുക്കളെ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിലേക്ക് ഖൽബ് തിരിക്കുകയാണ്. അവിടുന്ന് അതാ റബ്ബിനോട് ദുആ ചെയ്യുന്നു. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എൻ്റെ റബ്ബേ, ഖദ് ആതൈതനി മിനൽ മുൽക്ക്, നീ അധികാരത്തിൽ നിന്ന് ചിലത് എനിക്ക് തന്നു. സർവാധികാരി അല്ലാഹുവാണല്ലോ. ഇവിടെ തന്നെയും ഒരു രാജാവ്, മഹാനവറുകളെ മേലെ രാജാവുണ്ടല്ലോ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, നീ എനിക്ക് അധികാരത്തിൽ നിന്ന് നിശ്ചയം തന്നു റബ്ബേ. വഅല്ലംതനി മിൻ തവീലിൽ ഹദീസ്, ഹദീസിന്റെ അതേ ഏതൊരു വർത്തമാനത്തിൻ്റെയും ശരിയായ പൊരുള്, ഏതൊരു വർത്തമാനത്തിൻ്റെയും ശരിയായ അർത്ഥം അത് മനസ്സിലാക്കാനുള്ള കഴിവ് നീ എനിക്ക് തന്നു. സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പ്രത്യേകവും നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തന്നു.
അതുപോലെ അതേ വാക്കുകളുടെ പൊരുളുകൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവെനിക്ക് തന്നു. അധികാരത്തിൽ നിന്ന് നീ പലതും എനിക്ക് തന്നു. ഫാത്തിറസ് സമാവാതി വൽ അർള്. ദുആ ചെയ്യുന്നതിന് മുമ്പ് പടച്ച റബ്ബിനെ പുകഴ്ത്തി പറയുക എന്നത് ഒരാവശ്യമാണല്ലോ. ആ കാര്യമാണ് അള്ളാഹുവിനെ പുകഴ്ത്തി പറയുകയാണ്. അതൊരാവശ്യമാണല്ലോ. എപ്പോഴും ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ പുകഴ്ത്തണം. കഴിഞ്ഞ സപ്തദിന പ്രഭാഷണത്തിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുആ ചെയ്യേണ്ടത് എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അന്ന് നമ്മൾ വളരെ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിനെ പുകഴ്ത്താതെയല്ലല്ലോ ദുആ നടത്തേണ്ടത്. അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്. ഇതൊന്നും എൻ്റെ അധികാരമല്ല, നീ എനിക്ക് തന്ന അധികാരത്തിൽ നിന്ന് ചിലത് നീ എനിക്ക് തന്നതാണ്. നീ എൻ്റെ റബ്ബാണ്. വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ്. അതേ അറിവുകളൊക്കെ നീ എനിക്ക് തന്നതാണ്. അതിൽ നിന്നുള്ള നീ തന്നതായ അറിവാണ് എനിക്കുള്ളത്. ഫാത്തിറസ് സമാവാതി വൽ അർള്. ആകാശങ്ങളെയും ഭൂമികളെയും പടച്ചവനായ അല്ലാഹ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അല്ലാഹ്. തവഫനി മുസ്ലിമ. എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നല്ലവരായ ജനങ്ങളുടെ കൂടെ, സാലിഹീങ്ങളെ കൂടെ എന്നെ നീ ചേർക്കണേ. സുഹൃത്തുക്കളെ, ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ പറയാൻ. ഇപ്പോൾ അതിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ സമയമില്ല. ഞാൻ ചുരുക്കി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അന്ത വലി ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിലാണോ ആഖിറത്തിലാണോ എൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തവൻ നീയാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊരു നബിയുടെ വാക്കാണ്. നബിയേക്കാൾ വലിയ ഒരു വലിയും ഇല്ലല്ലോ. ഏത് ഖുതുബായാലും ഏത് വലിയായാലും നബിമാരുടെ താഴെയാണല്ലോ. നബിമാർക്ക് തന്നെ പറയാനുള്ളത് എന്താണ്? അന്ത വലി ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിലും എൻ്റെ കാര്യം ഏറ്റെടുത്തവൻ നീയാണ് അല്ലാഹ്. ആഖിറത്തിലും എൻ്റെ കാര്യം ഏറ്റെടുത്തവൻ നീയാണ് അല്ലാഹ്. ഇപ്പോൾ പുത്തൻവാദികളായ ജനങ്ങളെ ഈമാൻ തെറ്റിക്കുന്ന വ്യാജ തരീഖത്തുകാരായ പലരും ശൈഖായിട്ടും ശൈഖ് ചമഞ്ഞിട്ടും ചൂഷണങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന കക്ഷികൾ, അവർ ജനങ്ങളെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കുന്നതിന് പകരം അവരതാ ശൈഖാക്കി വെച്ച ആളുകളെ സംബന്ധിച്ച് അവരാണെല്ലാം എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ടല്ലോ. ആ സ്വഭാവം ഒരു ശരിയായ രീതിയല്ല. ഔലിയാക്കൾക്ക് അല്ലാഹു പല പവറും കൊടുത്തിട്ടുണ്ട്. അത് നിഷേധിക്കുന്ന പുത്തൻവാദിയുടെ ശൈലിയും ശരിയല്ല. അമ്പിയാക്കൾക്കല്ല പല പവറും കൊടുക്കുന്നുണ്ട്. അത് നിഷേധിക്കുന്ന പുത്തൻവാദിയുടെയും യുക്തിവാദിയുടെയും വാദവും ശരിയല്ല. അള്ളാഹു ഉദ്ദേശിച്ചത് അവർക്കവൻ കൊടുക്കുന്നുണ്ട്. അത് പല പല സംഗതികളും അത്ഭുതകരമായതും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ളത് ധാരാളം അള്ളാഹു തആല അത്തരം മഹാന്മാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം റബ്ബിൻ്റെ അധികാരത്തിൽ നിന്നുള്ള തുച്ഛമാണ്. റബ്ബിൻ്റെ അധികാരം അത്രയും വിസ്തൃതമാണ്. അതേ എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും മലക്കുകളും ജിന്നുകളും മനുഷ്യരും എല്ലാ രാജാക്കന്മാരും ഭരണാധികാരികളും എല്ലാവരും റബ്ബിൻ്റെ അധികാരത്തിൻ കീഴിലാണ്. ആ റബ്ബിൻ്റെ അടിമകളാണ് സുഹൃത്തുക്കളെ. അതിനാൽ ചില ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ചില വാചകങ്ങൾ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് അതിൻ്റെ ക്ലിപ്പുകൾ മുറിച്ച് പുത്തൻവാദികൾ ജനങ്ങളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പറയുന്ന ഈ പാവപ്പെട്ട ഞാൻ പ്രസംഗിച്ച പ്രസംഗം പോലും ജനങ്ങളെ അവർ കേൾപ്പിക്കുന്നില്ല. നമ്മുടെ ആലിമീങ്ങളെ പ്രസംഗം കേൾപ്പിക്കുന്നില്ല. ഇനി അഥവാ കേൾപ്പിക്കുന്നുവെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷം ഞാനിവിടെ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ അതേ ഞാറ്റ
ഞാറ്റുവാല കൊണ്ട് മഴ പെയ്തു എന്ന് പറയരുത്, നക്ഷത്രം കൊണ്ട് മഴ പെയ്തു എന്ന് പറയരുത്. അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും വിശദീകരിച്ചിട്ട് അതാ അതപകേടായ വാക്കുകൾ പറയരുത് എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മുറിച്ച് ക്ലിപ്പാക്കിയിട്ട് ഇപ്പോഴും പുത്തൻവാദികൾ ഇവിടെ ദജ്ജാലിന്റെ പണിയെടുക്കുന്നുണ്ട്. അത് അവരുടെ സ്വഭാവമാണ്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം സംരക്ഷിക്കുന്നവനും എല്ലാം കൊടുക്കുന്നവനും എല്ലാം തടയുന്നവനും സർവാധികാരമുള്ളവനും അതുപോലെ സർവ വിഷയങ്ങളും നിയന്ത്രിക്കുന്നവനും സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും എല്ലാം സർവാധികാരിയായ അല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വന്തം കുപ്പായം കൊടുത്തിട്ട് ബാപ്പയുടെ മുഖത്ത് കൊണ്ടുപോയി ഇടാൻ പറയുകയും അപ്പോൾ തന്നെ ബാപ്പയുടെ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് നീങ്ങി അതാ നല്ല കാഴ്ചയോടെ വരുമെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരവും കൊടുത്തവനാണ് അല്ലാഹ്. പറഞ്ഞതുപോലെ നടത്തി കാണിച്ചു കൊടുത്തവനാണ് അല്ലാഹ്. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് എന്തെല്ലാം സ്ഥാനം കൊടുത്തു. പക്ഷേ അതെല്ലാം അല്പമാണ്. പടച്ചവന്റെ അധികാരത്തിൽ നിന്നുള്ള ചിലതാണ്. അല്ലാതെ ഒരു വിശ്വാസം നമുക്കുണ്ടാകാൻ പാടില്ല. അതാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്, അന്ത വലി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എന്നെ ഏറ്റെടുത്തവൻ നീയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ കൃത്യമായി പറഞ്ഞ ഇമാമാണ് ഇമാം റാസി. അവിടുന്ന് പറഞ്ഞത് കാണാം, ഫതഅല്ലുഖു റൂഹി ബിആലമിൽ അജ്സാമി ബിത്തസറുഫി വത്തദ്ബീരി ഫീ. മഹാത്മാക്കൾക്ക് ചില കൈകാര്യങ്ങളും നിയന്ത്രണങ്ങളും അതാ ഇവിടെ ലോകത്ത് ഉണ്ട്. പക്ഷേ വലമ്മാ കാന ലാ നിഹായത ലിദറജാതി ഹാദൈനി النوعين في الكمال والنقصان والقوة والضعف والجلاء والخفاء امتنع أن يصل منهما للإنسان إلا ما قدمنا. മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്ന് കിട്ടുന്നത് കുറച്ചാണ്. തീർത്തും അള്ളാഹു തആല കൊടുത്തു എന്ന് വിചാരിക്കാൻ പാടില്ല. ഫകാനൽ ഹാസിലു ഫിൽ ഹഖീഖത്തി ബഅദൻ മിൻ അബ്ആദിൽ മുൽക്കി. അധികാരത്തിൽ ചിലതിൽ നിന്നുള്ള ചിലതാണ് മഹാന്മാർക്ക് മഹാത്മാക്കൾക്ക് റബ്ബ് കൊടുക്കുന്നത്. വബഅദൻ മിൻ അബ്ആദിൽ ഇൽമി, ഇൽമിൽ നിന്നുള്ള ചിലതാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഫലിഹാദ സബബി ദക്കറ ഫീ കലിമത മിനൽ മുൽക്കി എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. എല്ലാറ്റിൻ്റെയും അധികാരമുള്ളവനും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിക്കുന്നവനും റബ്ബുൽ ആലമീനായ അല്ലാഹ്. അവന്റെ അധികാരത്തിൽ ചില അധികാരങ്ങളും ചില കൈകാര്യങ്ങളും ചില നിയന്ത്രണങ്ങളുമൊക്കെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് പ്രകാരം നൽകും. അതിനെ നിഷേധിക്കുകയും ചെയ്യരുത്. അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്, തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോട് കൂടെ എന്നെ നീ ചേർക്കണേ. നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയമാണ്. ഒന്ന്, മരിക്കുമ്പോൾ മുഅ്മിനായി മുസ്ലിമായി മരിക്കണം. അല്ലാഹുവേ, അതിന് നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. അല്ലാഹ്, സാലിഹീങ്ങളെ കൂടെ പോയി ചേരണം, മഹാന്മാരുടെ കൂടെ പോയി നിൽക്കണം. അർഹമർ റഹീമീനായ റബ്ബേ, അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. നമ്മൾ വളരെ പുണ്യമുള്ളൊരു മാസത്തിലാണ്. ഇനി വലിയ പുണ്യമാസം വരികയാണ്. നമ്മൾക്ക് എപ്പോഴും ഓർമ്മ വേണ്ട കാര്യം, മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കണം, സജ്ജനങ്ങളുടെ കൂടെ ചേരാൻ കഴിയണം.
ഈ ഭൂമി ലോകത്തെന്തധികാരം കിട്ടിയാലും അധികാരം, വലിയ അധികാരങ്ങൾ സുബ്ഹാനല്ലാഹ് ഇവിടെ ഈമാനില്ലാത്തവർക്കും കിട്ടുന്നുണ്ടല്ലോ. ഇവിടുത്തെ പണവും അധികാരവും ഇവിടെയുള്ള എല്ലാ സ്റ്റാറ്റസുകളും അത് പലർക്കും കിട്ടുന്നുണ്ടല്ലോ. അതേ സമയത്ത് എന്നെന്നും നിൽക്കുന്ന ഒരു ലോകം, ആ എന്നെന്നും നിൽക്കുന്ന സ്ഥലത്ത് ലഭിക്കേണ്ട അനുഗ്രഹം, അത് ലഭിക്കണമെങ്കിൽ ഈമാനോടെ മരിക്കണമല്ലോ, മുസ്ലിമായി മരിക്കണമല്ലോ. അതല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രസക്തി നൽകുന്നത്, തവഫനി മുസ്ലിമാ. ഇവിടെയുള്ള അധികാരത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള അറിവിന്, അതും ഇവിടെ അതാ ചെറിയ അറിവ്, അതുകൊണ്ടും ഇവിടെ വിജയിച്ചത് കൊണ്ട് കാര്യമില്ല. വൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളെ കൂടെ എന്നെ നീ ചേർക്കണേ. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസ് അതിന് നിമിത്തമാകുന്ന മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം. അല്ലാഹ്, ശഅബാൻ 15-ാം രാവ് വലിയ മഹത്വമുള്ള രാത്രിയാണ്. ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ രാത്രിയാണ്. ആ രാത്രിയിൽ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യണം. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ തീരുമാനിക്കണം. എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ പിന്നെ ശഅബാൻ 15 നോമ്പെടുക്കൽ സുന്നത്താണെന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാ മാസവും സുന്നത്തുണ്ട്. ദുൽഹജ്ജ് മാസം 13 നോമ്പെടുക്കാൻ പാടില്ല. അത് അയ്യാമു തശ്രീഖാണ്, പെരുന്നാളാണ്. ബാക്കിയുള്ള എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. റമദാനിൽ പിന്നെ വുജൂബാണല്ലോ, അത് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ശഅബാൻ 15 നോമ്പെടുക്കുമ്പോൾ അന്ന് നോമ്പ് സുന്നത്തില്ല എന്ന് പറഞ്ഞ് മൂർപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, വിവരമില്ലാത്തവർ. അന്ന് നോമ്പെടുക്കൽ സുന്നത്താണെന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല. എന്നാൽ ശഅബാൻ 15 വകയിലും കൂടി ആ സുന്നത്തിൻ്റെ കട്ടി കൂടുന്നുണ്ടോ, മാറ്റ് കൂടുന്നുണ്ടോ, അതിൻ്റെ ക്യാരറ്റ് കൂടുന്നുണ്ടോ എന്ന ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അത് ക്യാരറ്റ് കൂടുന്നുണ്ട്, ആ അഡ്രസ്സിലും അന്ന് സുന്നത്തുണ്ട് എന്നാണ് ഇമാം റമലി റളിയല്ലാഹു അൻഹു ഒക്കെ വിശദീകരിച്ചത്. ഏതായാലും അന്ന് നോമ്പെടുക്കുക തന്നെയാണ് വേണ്ടത്, നോമ്പെടുക്കാതിരിക്കുകയല്ല. ശഅബാൻ 15 പ്രത്യേക സുന്നത്ത് നിസ്കാരം ഇല്ല. പക്ഷേ പുണ്യമുള്ള രാത്രിയിലൊക്കെ സുന്നത്ത് നിസ്കരിക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ സുന്നത്ത് നിസ്കരിക്കാം. സുഹൃത്തുക്കളെ, പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിക്കേണ്ട രാത്രിയാണ് ശഅബാൻ 15-ാം രാവ്. പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പരിശുദ്ധ റമദാൻ വരാനുണ്ട്. അല്ലാഹുവേ, അതിനെല്ലാം സ്വീകരിക്കാനും യാത്രയാക്കാനും ജീവിതത്തിൽ പലതവണ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനേ. ഞാൻ ഇനിയും കുറഞ്ഞ ആയത്തുകൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല. ഒറ്റ പോക്കിൽ ഒരു ചെറിയ സാരം പറഞ്ഞ് സൂറത്ത് യൂസുഫ് പൂർത്തീകരിച്ചു എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒന്ന് കണ്ണോടിച്ച് പോവുകയാണ്. അല്ലെങ്കിലും ഖുർആൻ്റെ മേന മരിക്കുന്നവരെ പറഞ്ഞാൽ ഒരായത്തിൻ്റെ മേന പറഞ്ഞ് തീർക്കാൻ കഴിയില്ലല്ലോ. അവൻ്റെ ചുരുക്കസാരം എന്നാണ് പഴയ ആൾക്കാർ പറയാം, ചുരുക്കസാരം പറയാം. അത് ചുരുക്കത്തിൻ്റെ ചുരുക്കമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി പറയുന്ന അതിനേക്കാണ് ചുരുക്കാൻ. അല്ലാതെ അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ മേന പറഞ്ഞു തീർക്കാൻ ലോകത്താർക്കും കഴിയില്ല. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ أجمعوا أمرهم وهم يمكرون. ഓ നബിയേ, ഈ പറഞ്ഞു തന്ന സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം മറഞ്ഞു കിടക്കുന്ന റിപ്പോർട്ടുകൾ, സംഭവങ്ങളാണ്. നൂഹീലൈക്, തങ്ങളിലേക്ക് നമ്മൾ വഹി അറിയിക്കുകയാണ്. വമാ കുന്ത ലദൈഹിം, നബിയെ തങ്ങൾ അവരുടെ അടുക്കൽ ഇല്ലല്ലോ. ഇത് അജ്മഉ അംറഹും വഹും യംകുറൂൻ, കുതന്ത്രം മെനഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി കൊല്ലണോ, അല്ല നാടുകടത്തണോ, അല്ല പൊട്ടക്കിണറ്റിലെറിയണോ, അങ്ങനെയൊക്കെ ചർച്ച ചെയ്ത സമയത്ത് തങ്ങളവിടെ ഇല്ലല്ലോ നബിയേ.
തങ്ങളൊരു പുസ്തകവും വായിച്ച് പഠിക്കുന്ന ആളല്ലല്ലോ, വായന പഠിക്കാത്ത ആളാണല്ലോ, ഒരു ഗുരുനാഥന്റെ മുമ്പിലും ഇരുന്ന് കേൾക്കാത്ത ആളാണല്ലോ. അപ്പോൾ ഈ ചരിത്രം ഇത്രയും കൃത്യമായി ഓതിക്കൊടുക്കാൻ കഴിഞ്ഞത് പടച്ചറബാകുന്ന നമ്മൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹിയറിയിച്ചിട്ടാണല്ലോ. ചിന്തിക്കുന്ന ആർക്കും ഗ്രഹിച്ചുകൂടെ ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല എന്നത് ആർക്കും ചിന്തിച്ച് ഗ്രഹിച്ചുകൂടെ? വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുമിനീൻ. പക്ഷേ തങ്ങൾ എത്ര താല്പര്യം പ്രകടിപ്പിച്ചാലും ബഹുഭൂരിപക്ഷം ആളുകളും മൂമിനാകൂല നബിയേ. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈമാൻ കിട്ടൂല. ഖുർആൻ പറയാണ്, ലോകത്ത് ഒരു കാലഘട്ടത്തിലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്നും അന്നും ബഹുഭൂരിപക്ഷം ഈമാനില്ലാത്തവരാണ്. അല്ലാഹ് പറയുന്നു, വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുമിനീൻ. തങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ബഹുഭൂരിപക്ഷം ആളുകളും മൂമിനീങ്ങളാകൂല നബിയേ. ഈമാൻ കിട്ടുക അത് വലിയ ഭാഗ്യമാണ്. വമാ തസ്അലുഹും അലൈഹി മിൻ അജ്ർ. തങ്ങൾ അവരോട് ഈ പ്രബോധന പ്രവർത്തനം നടത്തുന്ന വകയിൽ, ഈ നന്മകളൊക്കെ ഉപദേശിക്കുന്ന വകയിൽ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് കാശുണ്ടാക്കാനാണെന്ന് വിചാരിക്കാൻ വകുപ്പുണ്ടായേനെ. പക്ഷേ ഒരു പ്രതിഫലവും തങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഈ ഖുർആൻ അതുപോലെ ഈ സംഭവങ്ങൾ അതെല്ലാം ജനങ്ങൾക്ക്, ലോകർക്ക് ഉത്ബോധനമാണല്ലോ. ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കാനും ഗ്രഹിച്ചുകൊണ്ട് ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കാനുമുള്ളതാണല്ലോ. പക്ഷേ മനുഷ്യന്മാരുടെ സ്വഭാവം വളരെ ദയനീയം തന്നെ. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. ഉപരിഭാഗത്തും ആകാശങ്ങളിലും ഭൂമികളിലും എത്ര തെളിവുകളാണ്. അവരതിൻ്റെ സമീപത്തൂടെ നടന്നു പോകുന്നു. വഹും അൻഹാ മുഅ്രിദൂൻ. അവരത് ചിന്തിച്ച് പടച്ചവനെ അറിയുന്നില്ല, പടച്ചവനെ അനുസരിക്കുന്നില്ല. വമാ യുമിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ പലരും അതാ പടച്ചവരുണ്ടെന്ന് പറയും. ആകാശവും ഭൂമിയും പടച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോ അത് അല്ലാഹ് എന്ന അബൂജഹലാദികൾ മറുപടി പറയും. പക്ഷേ ഇല്ലാ വഹും മുശ്രികൂൻ. അല്ലാഹുവിന് കൂറുകാരുണ്ട്, പങ്കുകാരുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവരത് സമ്മതിക്കുന്നത്. അത് ഈമാനാകൂലല്ലോ. അല്ലാഹുവിലുള്ള ഈമാൻ എന്ന് പറയുന്നത് പടച്ചവനുണ്ടെന്ന് പറയലല്ലോ. ആകാശവും ഭൂമിയും പടച്ചത് പടച്ച അള്ളയാണെന്ന് പറയലല്ലോ. അല്ലാഹുവിൽ വിശ്വാസമെന്ന് പറഞ്ഞാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തില്ലേ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അതേ ബഹ്റൈനിക്കാരായ ആളുകൾ വന്ന്, നബിയെ ഞങ്ങൾക്ക് അവിടുന്ന് ഉപദേശം നൽകണം, അത് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളെ പിൻഗാമികൾക്ക് ഞങ്ങൾക്ക് പോയി പ്രബോധനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആമുറുക്കും 64 കാര്യം നിങ്ങളോട് കൽപ്പിക്കുന്നു, വൻഹാക്കും 64 കാര്യം വിരോധിക്കുന്നു. ഒന്നാമത്തെ കൽപ്പന അൽ ഈമാനു ബില്ലാഹ്. അല്ലാഹുവിൽ വിശ്വസിക്കണം. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും പഠിച്ചത് അല്ല എന്ന് പറയലാണോ? അല്ലെങ്കിൽ അല്ല ഉണ്ട് എന്ന് പറയലാണോ? അല്ല അല്ല അല്ല. പിന്നെ എന്താണ്? സുമ്മ ഫസ്സറഹാ. ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. സുമ്മ ഫസ്സറഹാ. അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുന്നു. ഖുർആൻ വിശദീകരിക്കാൻ അല്ലാഹു പറഞ്ഞേച്ച് നബി തങ്ങളെ അല്ലേ? വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി
മാ നുസില ഇലൈഹിം. നബിയെ തങ്ങളാണ് ഖുർആൻ വിശദീകരിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ റസൂലുള്ള വിശദീകരിച്ചു കൊടുക്കുന്നു. സുമ്മ ഫസ്സറഹാ ലഹും. അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണെന്ന് അള്ളാഹിന്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുന്നു. എന്താ വിശദീകരിച്ചു കൊടുത്തത്? ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നതും ഞാനൊരു സാധാരണ മനുഷ്യനല്ല, അല്ലാഹു പറഞ്ഞേച്ച റസൂലാണെന്നതും മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കലാണ്. അതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഈമാൻ കാര്യം 6. ഒന്നാമത്തെ അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഉണ്ട് എന്ന് പറയലല്ല. ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതെ, ക്രിസ്തു മതം ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കലാവോ? ജമാഅത്ത് ഇസ്ലാമി ഉണ്ട് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിൽ വിശ്വസിക്കലാവോ? അല്ലെങ്കിൽ മുജാഹിദ് ഒരു 8 വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ 8ലും വിശ്വസിക്കലാവോ? അതൊരു റിപ്പോർട്ട് പറയലല്ലേ. അതേസമയം അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തിനാണ്? അത് അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് വിശ്വസിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിക്കലാണ് അല്ലാഹുവിനുള്ള വിശ്വാസം. ഇതായിരുന്നു പഴയ കാലത്ത് നമ്മൾ ഈ നാദാപുരത്ത് വെച്ച് ഖണ്ഡന പ്രസംഗം നടത്തിയ ഒരു വലിയ വിഷയം അതായിരുന്നു. ഒരാൾ വന്നിട്ട് ഇവിടുന്ന് പ്രസംഗിച്ച് എന്ത് അബൂജഹലിന് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഉഇദ്ദത്തിലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. സ്വർഗം തയ്യാർ ആർക്ക്? ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ മുർസലീങ്ങളിലും വിശ്വസിച്ചവർക്ക്. അപ്പോൾ അബൂജഹലിന് അല്ലാഹു സ്വർഗം കൊടുക്കുമോ? വിശ്വസിച്ചവനാണോ? അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. പിന്നെ അല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വാദപ്രതിവാദത്തിൽ തോൽക്കുമ്പോൾ ആകാശം ഭൂമി പടച്ചവൻ അല്ലാഹുവാണെന്ന് സമ്മതിച്ചിരുന്നു. അവർ നിരീശ്വരവാദികളാണെന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. അവർ ദൈവനിഷേധികളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അല്ലാഹുവിൽ വിശ്വസിക്കലാകൂല. അതാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിശദീകരണം. ഇരിക്കട്ടെ, അതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്, വമാ യുമിനു അക്സറുഹും ബില്ലാഹി. അതേ അല്ലാഹുവിനെ കൊണ്ട് അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ മഅന ഇമാം റാസി ഉദ്ധരിക്കുകയാണ്. ഫൽ മഅന, അപ്പറഞ്ഞതിൻ്റെ അർത്ഥം അന്നഹും കാനൂ മുഖിരീന ബിവുജൂദിൽ ഇലാഹ്. ദൈവമുണ്ട് എന്നവർ സമ്മതിച്ചിരുന്നു. ദൈവമുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിക്കലാവില്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ദൈവമേ എന്ന് ചിലപ്പോൾ പറയാറുണ്ട്, ദൈവമേ എന്ന് വിളിച്ച് ചിലപ്പോൾ അവർ പ്രാർത്ഥിക്കാറുണ്ട്. ഉണ്ടെന്നും അല്ലാഹുവിൽ വിശ്വസിക്കലാവില്ല. അല്ലാഹുവിൽ വിശ്വസിക്കലാകണമെങ്കിൽ അല്ലാഹ് പറഞ്ഞ നിബിതങ്ങൾ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കണം. അത് സുന്നികൾ വിശ്വസിച്ചിട്ടുണ്ട്, അബൂജഹൽ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് സുന്നികൾക്ക് അബൂജഹലിനെ പോലെയാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ നടക്കണ്ട. ഓ സഹോദരന്മാരെ, അഫ അമീനു അൻ തഅതിയഹും ഖാസിയത്തും മിൻ അദാബില്ലാഹ്. അല്ലാഹുവിൻ്റെ ശിക്ഷയാൽ അവരെ പൊതിയുന്ന വലിയ ശിക്ഷ. ആ വിശ്വാസമില്ലാതെ കർമ്മം ക്ലിയറാക്കാതെ പോകുന്ന ആളുകൾക്ക് അല്ലാഹുവിന് അതാ കൊണ്ടുവന്ന് പൊതിയുന്ന ശിക്ഷ വരുന്നത് അവർ നിർഭയരാകുന്നുണ്ടോ? അല്ലെങ്കിൽ പെട്ടെന്ന് ഖിയാമത്ത് നാൾ വരുന്നത് അവർ ഭയക്കുന്നില്ലേ? അവർ നിർഭയരാകുന്നുണ്ടോ? അവരറിയാതെ പെട്ടെന്ന് ഖിയാമത്ത് നാളായാലോ? സുബ്ഹാനല്ലാഹ്, മമ്മാതത് വഖദ് ഖാമത് ഖിയാമതുഹു. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ഖിയാമം അതോടുകൂടി ആയി കഴിഞ്ഞു. ഇനി വലിയ ഖിയാമത്ത് മൊത്തത്തിലുള്ളത് വേറെ വരാനുണ്ട്. സുഹൃത്തുക്കളെ, പെട്ടെന്ന് റബ്ബിൻ്റെ ശിക്ഷ വരുന്നത് ആർക്കെങ്കിലും ഭയപ്പെടാതിരിക്കാൻ പറ്റുമോ? എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, വളരെ മോശമായി പോയി അന്തരീക്ഷം. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മുസ്ലിം സഹോദരിമാർ
സഹോദരിമാർ എത്ര നല്ല മറവിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദുഃഖകരമായ അവസ്ഥകൾ എന്തൊക്കെയാണ്? നല്ല ഭംഗിയുള്ള യുവത്വമുള്ള പെൺകുട്ടി, അവൾക്ക് വിവാഹം നടക്കാൻ വേണ്ടി പല മുസ്ലിയാരോടും തങ്ങന്മാരോടൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതാ വിവാഹം നടക്കുന്നു. വിവാഹം നടന്ന് വരൻ വരുന്നു. അതല്ലെങ്കിൽ വരനും വധുവും രണ്ടാളും അതാ അങ്ങകലെ ഒരു ഹാളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് തങ്ങന്മാര് മുസ്ലിംമാരൊക്കെ വന്ന് നിക്കാഹ് നടത്തി ദുആയും ചെയ്ത് അവർ പോകുന്നു. അവരെങ്ങിറങ്ങുമ്പോൾ ഈ യുവതിയായ പെണ്ണിനെ അലങ്കരിച്ച് അതാ സ്റ്റേജിലേക്ക് കയറ്റുന്നു. അവിടെ തന്നെ ആ യുവാവിനെയും കയറ്റുന്നു. സുഹൃത്തുക്കളും 4 ഭാഗത്തും നിൽക്കുന്നു. അതിൻ്റെ പുറമെ ക്യാമറക്കാരും വന്ന് നിൽക്കുന്നു. അവിടെ സദസ്സിലുള്ളവരെല്ലാം നോക്കുന്നു. ആ സമയത്ത് ഈ ആണും പെണ്ണും തമ്മിൽ അതാ എന്തെല്ലാം പരിപാടികൾ, സ്വകാര്യ റൂമിൽ വെച്ച് നടക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പ്രത്യക്ഷമായി. ശരിക്ക് കാളകളെപ്പോലെ, പോത്തുകളെപ്പോലെ, അല്ലെങ്കിൽ പൂവൻ കോഴിയെ പോലെ ഹയാ ഇല്ലാതെ സ്റ്റേജിൽ വെച്ച് പരസ്പരം കയ്യും പിടിച്ചുള്ള കറക്കവും, അതുപോലെ തന്നെ അതിനപ്പുറവും ഞാൻ ഓരോന്നും പറയുന്നില്ല. ഇത്രയും ദീനിനെ പിച്ചി ചീതുന്ന, പറിച്ചു കീറുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സഹോദരന്മാര് സഹോദരിമാർ അതപ്പതിച്ചപ്പോൾ നമ്മളെ ഉമ്മത്തിന്റെ ഇസ്സത്ത് എവിടെ? റബ്ബിന്റെ സഹായം ഈ ഉമ്മത്തിന് മൊത്തത്തിൽ തന്നെ നഷ്ടപ്പെട്ടില്ലേ? എന്തേ? ഖുർആനിന്റെ ആശയങ്ങൾ ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, ഈമാനുള്ളവർ അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത്. വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന, സ്ത്രീകൾ തിരിച്ചും അതാ നോക്കി ആസ്വദിക്കരുത്. ഇങ്ങനെയൊക്കെ ഒരുപാട് ആയത്തുകൾ ഉണ്ടായിട്ട് സുബ്ഹാനല്ലാഹ് വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, അതേ സ്ത്രീകളുടെ ഭംഗി പ്രകടമാകാൻ കാരണമാകുന്ന വിധം, ജനങ്ങൾ കാണാൻ കാരണമാകുന്ന വിധം കാലിന് ചെരിപ്പ് ധരിച്ചിട്ടോ അല്ലെങ്കിൽ പാദസരം ധരിച്ചിട്ടോ, കരയുന്ന ചെരിപ്പ് ധരിച്ചിട്ടോ അല്ലാതെയോ കാലെടുത്ത് വെച്ചിട്ട് ഒരന്യപുരുഷൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം വരെ ഉണ്ടാകരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ട് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി ഈ യുവതികളെ കാണിക്കുന്ന ഈ ഏർപ്പാട്, മുസ്ലിമേ നിനക്ക് ഖുർആനിൽ വിശ്വാസമില്ലേ? ഹബീബ് നബിതങ്ങളിൽ വിശ്വാസമില്ലേ? നിന്റെ മരണത്തെക്കുറിച്ച് നിനക്ക് ബോധമില്ലേ? വളരെ സങ്കടം തന്നെ. പടച്ചവൻ പണം തന്നിട്ടുണ്ടല്ലേ, ചില അധികാരം തന്നിട്ടുണ്ടല്ലേ, അതിൻ്റെ പേരിൽ അല്ലാഹുവിനെ ധിക്കരിക്കുകയാണല്ലേ. പടച്ചവന്റെ ചോദ്യം കണ്ടോ? അഫ അമിനു അയ്യതതിയഹും ഖാസിയത്തും മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ അദാബ് വന്നിങ്ങ് മൂടുന്നതിനെ നിർഭയമാകുന്നുണ്ടോ? ചോദിക്കട്ടെ, ഒരു നാട് അങ്ങനെ തന്നെ ഒരൊറ്റ രാത്രിയിൽ അങ്ങ് ഒലിച്ചു പോയില്ലേ? വയനാട്ടിൽ തടുക്കാൻ കഴിഞ്ഞോ? ചിലപ്പോൾ അവിടെ നിരപരാധികളായ തെറ്റ് ചെയ്യാത്ത പലരും അതിൽ കുടുങ്ങിയവരുണ്ടാകും. അവർക്ക് പടച്ച റബ്ബ് ആഖിറത്തിൽ വലിയ പ്രതിഫലം കൊടുക്കും. പക്ഷേ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതെ ഒന്നായിട്ടല്ലേ റബ്ബിന്റെ ചില ശിക്ഷകൾ ഇറങ്ങുക. അതൊക്കെ പാഠം പഠിക്കാറുള്ളതല്ലേ. അഫഅമിനു അൻ തഅതിയഹും ഖാസിയത്തും മിൻ അദാബില്ലാഹ് ഔ തഅതിയഹും സാഅതു ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. പെട്ടെന്ന് ഖിയാമത്ത് നാൾ അവരറിയാതെ ഇങ്ങ് വന്നാൽ അതിനെ അവർ നിർഭയരാകുന്നുണ്ടോ? അല്ലാഹു പറയുന്നു, ഖുൽ, നബിയെ പറയൂ, ഹാദിഹി സബീലി, നിങ്ങളെ ഞാൻ വിളിക്കുന്നത് എൻ്റെ മാർഗത്തിലേക്കാണ്.
ഞാൻ സ്വീകരിക്കുന്ന മാർഗത്തിലേക്കാണ്, ഞാൻ ഉൾക്കൊള്ളുന്ന വഴിയിലേക്കാണ്. ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റൊന്ന് പ്രവർത്തിക്കുകയല്ലല്ലോ. ഹാദിഹി സബീലി, ഈ ഇസ്ലാം എൻ്റെ വഴിയാണ്. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അനാ വമനിത്തബഅനീ, ഞാൻ നിങ്ങളെ അല്ലാഹുവിലേക്ക് വിളിക്കുന്നു. അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയോടെ വിളിക്കുകയാണ്. വെറുതെ എന്തോ വാക്ക് പറയുകയല്ല, ശരിക്കും ബോധത്തോടെയാണ് വിളിക്കുന്നത്. അനാ ബസീറത്തിൻ, ഞാൻ ഉൾക്കാഴ്ചയോടെ വിളിക്കുന്നു. അനാ, ഞാൻ മാത്രമല്ല, വമനിത്തബഅനീ, എന്നെ പിന്തുടർന്നവരും വിളിക്കുന്നത് അങ്ങനെയാണ്. വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, അല്ലാഹു പരിശുദ്ധനത്രേ, ഞാനൊരിക്കലും അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കുന്നവരിൽ പെട്ടവനല്ല. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറാ